ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യുവാക്കളുടെ ആവേശവും പ്രതിബദ്ധതയും വികസിത രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്പേസ് പാർക്ക് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലിനീകരണ നിയന്ത്രണത്തിനായി എണ്ണക്കമ്പനികൾ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടി അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി വി. എൻ. വാസവൻ. ഹരാരെയിൽ നടക്കുന്ന ട്വന്റി പുരുഷ ക്രിക്കറ്റിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 116 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. യുവാക്കളുടെ ആവേശവും പ്രതിബദ്ധതയും വികസിത രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. തിരുവനന്തപുരത്ത് വലിയമലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 12ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണെന്നും അന്താരാഷ്ട്ര നാണയനിധി, ലോകബാങ്ക് തുടങ്ങിയ ആഗോള സംഘടനകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ധൻകർ പറഞ്ഞു. ബഹിരാകാശ മേഖലയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ ഉള്ള ISROയുടെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. തിരുവനന്തപുരം വലിയമലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ സമ്മാനിച്ചു. ഉപരാഷ്ട്രപതി നാളെ ഡൽഹിക്ക് മടങ്ങും. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്പേസ് പാർക്ക് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനുള്ളിൽ ബഹിരാകാശ സാങ്കേതിക മേഖലയിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ സ്പേസും VSCയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ISRO ചെയർമാൻ എസ് സോമനാഥ്, കെ സ്പേസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലിനീകരണ നിയന്ത്രണത്തിനായി എണ്ണക്കമ്പനികൾ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ ടൂറിസം വികസനത്തിനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കെ സ്റ്റോറിന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കും. നിലവിൽ 12 സ്റ്റോറുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഓണത്തിന് മുൻപ് ഇത് 30 വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റേഷൻ ഷോപ്പുകളോട് ചേർന്നാണ് കെ സ്റ്റോർ പ്രവർത്തിക്കുക എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയെ ഉടൻ സന്ദർശിക്കുമെന്നും മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി വി. എൻ. വാസവൻ. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാല്യുവേഷന് 5-അംഗ സംഘത്തെ നിയോഗിക്കുമെന്നും 102ാമത് അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കവെ മന്ത്രി പറഞ്ഞു. 2024 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കോമൺ സോഫ്റ്റ്വെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പുരോഗതി വിലയിരുത്തി കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് മാസത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ കരാർ ഒപ്പിടുകയാണ്. ആ കോമൺ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന്റെ ചെലവ് സർക്കാർ വഹിക്കും. നിങ്ങൾ മാസം കൊടുക്കേണ്ട അതിന്റെ റെന്റ് മാത്രമാണ് നിങ്ങൾക്ക് വരികയെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിന് കൊടുക്കേണ്ട വരില്ല എന്നതാണ് അതിന്റെ രത്ന ചുരുക്കം. നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ വരിക എന്ന കാര്യവും ഈ കാര്യത്തിൽ എടുത്തു ചൂണ്ടിക്കാണിക്കുകയാണ്. സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞു. വായനയിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവ പരിസരങ്ങളും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഇടുക്കി വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് P.N. പണിക്കരും അദ്ദേഹത്തിന്റെ ജീവിതവും വായനയുടെ ലോകത്ത് സൃഷ്ടിച്ച മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ വായനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അത് വായനയെ കൂടുതൽ ജനകീയമാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെ കുടുംബത്തിന് അനുവദിച്ച ധനസഹായം കൈമാറി. മന്ത്രി വി. എൻ. വാസവൻ സ്റ്റെഫിന്റെ വീട്ടിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. സർക്കാർ സഹായമായ 5 ലക്ഷത്തിന് പുറമെ സ്വകാര്യ വ്യക്തികളും സംഘടനകളും നൽകിയ ധനസഹായവും കൈമാറി. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമ്പൂർണ്ണത അഭിയാൻ പരിപാടി വയനാട് മാനന്തവാടിയിലും ഇടുക്കി അഴുത ബ്ലോക്കിലും പാലക്കാട് അട്ടപ്പാടിയിലും ഇന്ന് സംഘടിപ്പിച്ചു. ഈ മേഖലകളിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ, ഭക്ഷ്യമേളകൾ എന്നിവ സംഘടിപ്പിച്ചു.
ആസ്പിരേഷണൽ ബ്ലോക്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട ബ്ലോക്കുകളിലെ പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷനിലെ കാനത്തൂർ ഭാഗത്ത് ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിൽ കൊതുക് വളരാനുള്ള സാഹചര്യം ഉള്ളതിനാൽ അത്തരം ചെറിയ വെള്ളക്കെട്ടുകൾ അടിയന്തരമായി നീക്കാനും നിർദ്ദേശം നൽകി. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ തരിശുപാടം ഏറ്റെടുത്ത് കൃഷിയിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ. മഴയറിഞ്ഞ് നാട്ടിനട്ട് ഞങ്ങളും എന്ന പേരിലുള്ള പദ്ധതി കാക്കത്തുരുത്തി പാടശേഖരത്തിലാണ് നടപ്പാക്കുന്നത്. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ 55 കുട്ടികളാണ് വയലിലിറങ്ങിയത്. 2 വർഷമായി തരിച്ചിട്ട വയലിലാണ് ഉമാ നെൽവിത്തിന്റെ ഞാറ് നട്ടത്. ചേറിലിറങ്ങിക്കൊണ്ടാണ് കുട്ടികൾ ഞാറ് നട്ടത്. പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അകലുന്ന സാഹചര്യത്തിലാണ് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ NSS യൂണിറ്റ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടത്. നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ KT ചന്ദ്രമോഹൻ അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗം സ്ഥിരീകരിച്ച കുട്ടി പയ്യോളി പൊതുകുളത്തിൽ കുളിച്ചതായി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഹരാരിയിൽ നടക്കുന്ന ട്വന്റി പുരുഷ ക്രിക്കറ്റിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 116 റൺസ് വിജയലക്ഷ്യം. സിംബാബ്വെയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച കളിയിൽ ടോസ് നേടിയ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം സിംബാബ്വെയെ ബാറ്റിംഗിനയച്ചു. സിംബാബ്വെയെ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി രവി ബിഷ്ണോയ് 4 വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 15 റൺസ് എന്ന നിലയിൽ. വെനസ്വേലയെ കീഴടക്കി കാനഡ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതിനെ തുടർന്ന് കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഷൂട്ടൌട്ടിൽ 4-3 വിജയത്തോടെയാണ് കാനഡ സെമി ബെർത്ത് ഉറപ്പിച്ചത്. ഈ മാസം 10 നടക്കുന്ന സെമിയിൽ കാനഡ കരുത്തരായ അർജന്റീനയെ നേരിടും. യൂറോ കപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് സെമി ഫൈനലിന് യോഗ്യത നേടിയത്. പോർച്ചുഗീസ് താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അവസാന യൂറോ കപ്പ് മത്സരമായിരുന്നു ഇത്. നേരത്തെ ആതിഥേയരായ ജർമ്മനിയെ പുറത്താക്കി സ്പെയിൻ സെമി ഫൈനലിൽ കടന്നിരുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിനെ നേരിടും. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിൽ റദ്ദായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവസരം. അംശാദായ കുടിശ്ശിക നിമിത്തം അംഗത്വം നഷ്ടമായവർക്കാണ് അവസരം. ഈ മാസം 10 മുതൽ അടുത്ത മാസം 10 വരെ 1 മാസത്തേക്കാണ് അവസരം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസുമായി നേരിട്ടോ 047123255552 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ ലോക കേരള സഭയുടെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലോക കേരള സഭ തട്ടിക്കൂട്ട് മാമാങ്കമാണെന്നും അതുകൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനവുമില്ലെന്നും കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോക കേരള സഭ കൊണ്ട് പ്രവാസി മലയാളികൾക്ക് എന്ത് ഗുണമുണ്ടായെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരം നിവാസികൾക്ക് വേണ്ടി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. ഗുരുവായൂർ ക്ഷേത്രത്തിലും തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിലും തദ്ദേശീയരായ ഭക്തജനങ്ങൾക്ക് നിലവിലുള്ള സംവിധാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നടപ്പാക്കണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കളുടെ ആവേശവും പ്രതിബദ്ധതയും വികസിത രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്പേസ് പാർക്ക് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലിനീകരണ നിയന്ത്രണത്തിനായി എണ്ണ കമ്പനികൾ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ. സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടി അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഹരാരിയിൽ നടക്കുന്ന ട്വന്റി പുരുഷ ക്രിക്കറ്റിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 116 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.